നാളികേരം കൈതൊട്ടാൽ പൊള്ളും, മുടിഞ്ഞ വില. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടിലെ സമകാലിക വിഷയങ്ങൾ. വിലക്കയറ്റം കൊണ്ട് നാട് പൊറുതിമുട്ടുന്നു. നാളികേരത്തിന്റെ വില സഹിക്കാൻ പറ്റുന്നില്ല. നാളികേരം കിലോ 72 വരെ, വെളിച്ചെണ്ണ കിലോ 270 വരെ. തൊടുപുഴയിൽ നിന്നും ഒരു റിപ്പോർട്ട്. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവനാണ് വില്ലൻ. ഇത് കണ്ടോ, നാളികേരം കിലോ കടകളിൽ ഇപ്പോൾ 72 രൂപയായി. ഏതാണ്ട് ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും 80ലേക്ക് കയറും. നാളികേരം മാത്രമല്ല, എല്ലാത്തിനും വില കയറി ഏതാണ്ട് നല്ല പരുവാകാനാണ് സാധ്യത ഈ ക്രിസ്മസ്. നാളികേരത്തിൻ്റെ ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചെന്നുള്ളൂ. വെളിച്ചെണ്ണ തന്നെ കിലോയ്ക്ക് തന്നെ നല്ല രീതിയിൽ വില കയറിയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ തരണി മില്ലിലാണ്. ഇതൊക്കെ പാലക്കാട് നിന്ന് ഹോൾസെയിലായിട്ട് ഇറക്കിയ നിസ്സാര ഒരു വില ലാഭത്തിന് നാട്ടുകാർക്ക് കൊടുക്കുവാണ്. നിരവധി കടക്കാർ സ്വാമി ശരണമായിട്ട് ഇപ്പോൾ ശബരിമല സീസണിൽ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തർ വന്ന് ഇവിടെ തേങ്ങ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയ്ക്ക് എന്നായാലും വില പിടിച്ചാൽ കിട്ടുന്നില്ല. കാരണം നാളികേരത്തിൻ്റെ നാടായ കേരളയിൽ നിന്നുള്ള പേര് തന്നെ മാറി പൈനാപ്പിൾ കൂട്ടി എന്തെങ്കിലും പേര് വരുമെന്ന് സംശയമുണ്ട്. കാരണം കൃഷി ഇല്ലാണ്ടായി ഈ സാധനം, പൈനാപ്പിളായി. കൃഷിയിടങ്ങളിൽ തെങ്ങിൻ തൈ വയ്ക്കുന്നതിനോ മറ്റോ യാതൊരു പ്രാധാന്യവുമില്ലാതെ പൈനാപ്പിൾ മാത്രം ഏകീകൃത കൃഷി സമ്പ്രദായമാണെന്ന് കേരളം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കുകാരും ഈ ഒരു കൃഷിയെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഉൽപാദനശേഷിയില്ലാത്ത തെങ്ങിൻ തൈകളുടെ വിതരണവും കേരളത്തിൽ നിന്നും തെങ്ങ് കൃഷി വിട പറയാൻ കാരണമാകുന്നു. ഇപ്പോൾ നാളികേരം ലഭ്യമാകുന്ന സ്ഥലങ്ങൾ പൊള്ളാച്ചി, കാങ്കയം, ചുരുക്കം പാലക്കാട്ടു നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയും നാട്ടിൽ നിന്നും കിട്ടാതെയായി. തൊടുപുഴ തരണി മിൽ ഒറിജിനൽ തനിമയായ വെളിച്ചെണ്ണ കിട്ടുന്ന തൊടുപുഴയിലെ വളരെ ചുരുക്കം സ്ഥാപനങ്ങളിലൊന്നാണ്. പല കമ്പനികളിലും അറിയപ്പെടുന്ന മായം ചേർത്ത വെളിച്ചെണ്ണയാണ് ഇന്ന് വിപണിയിൽ ധാരാളമായി കിട്ടുന്നത്. മണവും ഗുണവുമുള്ള വെളിച്ചെണ്ണ തേടി മില്ലുകളിൽ സാധാരണ നാട്ടിലെ പഴമക്കാരായ ചില ജനങ്ങൾ എത്തുന്നുണ്ടെങ്കിലും കച്ചവടക്കാർ ലാഭത്തെ ആശ്രയിച്ച് വരവ് വെളിച്ചെണ്ണയാണ് കടയിൽ സ്റ്റോക്ക് ചെയ്യാറുള്ളത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.